പ്രസവിച്ച് കിടക്കുക എന്നൊരു പദപ്രയോഗം തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. പ്രസവം കഴിഞ്ഞ് കിടക്കണോ? വേണ്ടേ വേണ്ട. പിന്നെ എങ്ങനെയാ അങ്ങനെ ഉണ്ടായെന്നറിയോ? പണ്ട് പ്രസവമൊക്കെ വീടുകളിലായിരുന്ന കാലത്ത് ഡെലിവറി എളുപ്പമാക്കാൻ വെജനയുടെ ഭാഗത്ത് കട്ട് ചെയ്യുകയോ പ്രസവശേഷം തൈലിടുകയോ ചെയ്യില്ലായിരുന്നു. കുഞ്ഞിന്റെ വലിപ്പം അനുസരിച്ച് യോനി ഭാഗത്തൊക്കെ കീറലുകൾ, ടയർ ഉണ്ടാവാം. അത് സ്റ്റിച്ച് ചെയ്യുന്നില്ലല്ലോ. അതിനാൽ രണ്ട് കാലം ഒന്നിച്ചു വെച്ച് 6 ആഴ്ച കിടന്നാൽ മാത്രമേ ഇത്തരം മുറിവുകൾ ഒന്നിച്ചു കൂടുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? എപ്പിസിയോട്ടമി, ടയർ എല്ലാം അപ്പോഴേ സ്റ്റിച്ച് ചെയ്യുന്നു. പിന്നെ എന്തിനു കിടക്കണം? ഈവൻ സിസേറിനാണെങ്കിൽ പോലും സർജറി കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞ് നടന്നു തുടങ്ങാം. എത്ര ഏർലി നടക്കുന്നോ അത്രയും പെയിൻ റിലീഫും പോസ്റ്റ് സർജറി റിക്കവറിയും എളുപ്പമായിരിക്കും. നോർമൽ ഡെലിവറി ആണെങ്കിൽ ബെഡ് റെസ്റ്റ് വേണ്ടേ വേണ്ട. വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങാം. ഹെവി വർക്ക്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ മാത്രം മതി. 6 ആഴ്ച കഴിഞ്ഞാൽ വയറ് കുറയാനും പെൽവിക് ഫ്ലോർ സ്ട്രോങ് ആക്കാനും എക്സസൈസും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്നാലും ശരി, ഇനി പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ? ഉണ്ടല്ലോ. പ്രഗ്നൻസി, പോസ്റ്റ് ഡെലിവറി ടൈം ഒക്കെ കുറച്ച് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്, രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. ഡെലിവറി ടൈമിൽ ബ്ലീഡിംഗ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ മെക്കാനിസം ആയിരുന്നു ഇത്. കുറെ നേരം അനങ്ങാതെ കിടന്നാൽ, പ്രത്യേകിച്ച് ഒബീസ് ആയിട്ടുള്ളവർ, പ്രഗ്നൻസി ടൈമിൽ BP ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ മസിലിനിടയിലെ വീനസ് ബ്ലഡ് സർക്കുലേഷൻ കുറയാനും കാലിലെയും ഹൃദയത്തിലേക്കുമുള്ള രക്തക്കുഴൽ ബ്ലോക്ക് വന്ന് മേജർ പ്രോബ്ലംസ് ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. മാത്രമല്ല ഒരുപാട് റെസ്റ്റ് എടുക്കുക, മൂവ്മെന്റ്സ് കുറയുക, എക്സസൈസ് ഇല്ലായ്മയൊക്കെ നട്ടലിനടുത്തുള്ള പാരാസ്പൈനൽ മസിൽ സ്റ്റിഫ് ആവാനും പ്രസവശേഷം നടുവേദന വരാനുള്ള ഒരു മെയിൻ കാരണം കൂടി ആവുന്നു. അപ്പോൾ ഇനി പ്രസവിച്ച് കിടക്കണ്ട, പ്രസവിച്ച് നടന്നോളൂ.